അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യ കണ്ണി മധുവിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മധു ഇറാനിലുണ്ടെന്നാണ് സൂചന. കൂടാതെ അറസ്റ്റിലായ വിജയവാഡ സ്വദേശി ബല്ലം രാമപ്രസാദ് ഗോണ്ടയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീണ്ടും ഹൈദരാബാദിലേക്ക് തിരിക്കും. പോലീസിന്റെ ആവശ്യപ്രകാരം ബ്യൂറോ ഓഫ് എമിഗ്രേഷനാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നെടുമ്പാശ്ശേരി വഴിയുള്ള മനുഷ്യക്കടത്തിന്റെ പ്രധാന സൂത്രധാരനായ മധുവുമായായിരുന്നു ഇടനിലക്കാർ പലരും ബന്ധപ്പെട്ടിരുന്നത്. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് ലുക്കൌട്ട് നോട്ടീസ്. ഇന്റർപോളിന്റെ സഹായത്തോടെ മധുവിനെ തിരികെ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതോടെ അവയവ കച്ചവടത്തിന്റെ മുഴുവൻ ഇടപാടുകളും കണ്ടെത്താനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇതിനൊപ്പം അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഹൈദരാബാദിൽ പിടിയിലായ ബല്ലം രാമപ്രസാദ് ഗോണ്ടയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 10 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയിൽ നിന്ന് പ്രധാനമായും ഹൈദരാബാദിലെ കണ്ണികളുടെയും ഇരകളുടെയും വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. ബല്ലം രാമപ്രസാദ് ഗോണ്ടയുടെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ഹൈദരാബാദിലെത്തും. അവയവക്കടത്തിനായി നിരവധി പേരെ വിദേശത്തേക്ക് കൊണ്ടുപോയ ആളാണ് ബല്ലം രാമപ്രസാദ് ഗോണ്ട. നേരത്തെ അറസ്റ്റിലായ സാബിത് നാസറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. കേസിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആദ്യം അറസ്റ്റിലായ സാബിത് നാസറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ബല്ലം രാമപ്രസാദ് ഗോണ്ടയിലേക്ക് അന്വേഷണം എത്തിയത്. കൂട്ടാളികൾക്കിടയിൽ പ്രതാപൻ എന്ന വിളിപ്പേരിലുള്ള ബല്ലം രാമപ്രസാദിന് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അവയവക്കടത്തിന്റെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. ജനം, കൊച്ചി.